അങ്ങനെ ഇന്ത്യയുടെ അടുത്തൊരു സീരീസ് എത്തിയിരിക്കുകയാണ്. നാളെയാണ് അഫ്ഗാനിസ്ഥാൻ T20 സീരീസിന് തുടക്കമാവുന്നത്. നാളത്തെ ആദ്യ T20 രാത്രി 7 മണിക്കാണ് നടക്കാൻ പോകുന്നത്. മലയാളി താരം സഞ്ജു സാംസൺ പ്ലേയിങ് 11-ൽ ഉണ്ട്. അപ്പോൾ നാളത്തെ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ആദ്യ T20യുടെ കംപ്ലീറ്റ് പ്രിവ്യൂ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിനോട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. കുറെ കാലത്തിന് ശേഷമാണ് സഞ്ജുവിന് T20യിൽ അവസരം കിട്ടിയത്. അവസാന മാച്ചിൽ സഞ്ജു സെഞ്ചുറി അടിച്ചിട്ടുണ്ടായിരുന്നു. സഞ്ജു മാത്രമല്ല, കോഹ്ലി രോഹിത്തും വീണ്ടും T20യിലേക്ക് എത്തി. നാളെ ഇന്ത്യയുടെ ഒരു വെടിക്കെട്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. 3 T20യും ഇന്ത്യയിലാണ് നടക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യക്കായിരിക്കും മേൽക്കൈ. പക്ഷേ അഫ്ഗാനിസ്ഥാൻ ടീമിനെ വില കുറച്ച് കാണാൻ സാധിക്കില്ല. കാരണം പേരെടുത്ത മികച്ച താരങ്ങൾ ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ ടീമിലുണ്ട്. പണ്ടത്തെ അഫ്ഗാനാണെങ്കിൽ ഇന്ത്യ ഈസി ആയിട്ട് കളി ജയിച്ചേനെ. എന്നാൽ ഇപ്പോഴത്തെ അഫ്ഗാനെ പേടിച്ചേ മതിയാവൂ. ഇതുവരെ അഫ്ഗാനിസ്ഥാൻ ഇന്ത്യൻ ടീമിനെ T20 ക്രിക്കറ്റിൽ തോൽപ്പിച്ചിട്ടില്ല. അതാണ് ഇന്ത്യക്ക് ആകെ കൂടി ആശ്വസിക്കാൻ വകയുള്ളത്. ഇനി നാളത്തെ ഇന്ത്യയുടെ പ്ലേയിങ് 11 നോക്കിയാൽ രോഹിത് ശർമ്മയും ജയ്സ്വാളുമാണ് ഇന്നിങ്സ് ഓപ്പൺ ചെയ്യുന്നത്. പതിവ് പോലെ തന്നെ കോഹ്ലി 1 ഡൗണിൽ കളിക്കും. സഞ്ജുവിനെ 4 നമ്പറിലാണ് നറുക്ക് വീഴുന്നത്. അതുപോലെ തിലക് വർമ്മ 5ാം സ്ഥാനത്തുമുണ്ട്. ഫിനിഷറായിട്ട് റിങ്കു സിംഗ് ആണ് ടീമിലുള്ളത്. ഓൾറൗണ്ടേഴ്സായിട്ട് വാഷിംഗ്ടൺ സുന്ദർ, അക്സർ പട്ടേൽ. പേസർമാരായിട്ട് ആവേശ് ഖാൻ, അർഷദീപ് സിംഗ്. അതുപോലെ സ്പിന്നറായിട്ട് കുൽദീപ് യാദവും ടീമിലുണ്ട്. ഇതാണ് നാളത്തെ ഇന്ത്യയുടെ പ്ലേയിങ് 11. യുവതാരങ്ങളും സീനിയർ താരങ്ങളും മിക്സ് ആയിട്ടാണ് നാളത്തെ T20ക്ക് ഇറങ്ങാൻ പോകുന്നത്. സഞ്ജു 4ാം നമ്പറിലായതുകൊണ്ട് സഞ്ജുവിന് കളിക്കാൻ അവസരം കിട്ടും. ഓപ്പണിംഗിൽ രോഹിത് ശർമ്മ, ജയ്സ്വാൾ ഇവരുടെ ഒരു വെടിക്കെട്ട് നമുക്ക് നാളെ കാണാൻ സാധിക്കും. മിഡിൽ ഓർഡറിൽ രക്ഷകനായിട്ട് കോഹ്ലിയും സഞ്ജുവും ഉണ്ട്. നാളത്തെ മാച്ച് നമുക്ക് TV-യിൽ സ്പോർട്സ് 18 എന്ന ചാനലിലാണ് ലൈവ് ഉള്ളത്. അതുപോലെ ഫോണിൽ ജിയോ സിനിമയിൽ ഫ്രീ ആയിട്ട് കളി കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് നാളത്തെ T20ക്ക് വേണ്ടി കാത്തിരിക്കാം. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.